ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയാണേ. അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി. ആ പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ പെരുന്നാളാണ് പള്ളിയിൽ. അപ്പോൾ പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. രാവിലെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പും മഞ്ഞും ഒക്കെയുള്ള ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തലയെല്ലാം മൂടി പൊതിച്ചിരിക്കുകയാണ്. എനിക്ക് തണുപ്പടിക്കാൻ പറ്റത്തില്ല. തണുപ്പടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാവും. ഒന്നാമത്തെ യാത്രയാണല്ലോ, അതിനിടയ്ക്ക് തണുപ്പും കൂടി അടിച്ചു കഴിയുമ്പോൾ വളരെ ക്ഷീണമാകും. അതുകൊണ്ട് ചെവിക്കകത്തൂടെ തണുപ്പ് കയറും. അതുകൊണ്ട് ചെവിയെല്ലാം മൂടി, സെറ്റർ ഇട്ട് ചെവിയെല്ലാം മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ, സെറ്ററിൻ്റെ തൊപ്പി കൊണ്ടേ. അപ്പോൾ തണുപ്പടിക്കാതെ പോകാം. അങ്ങനെ ഷാളെല്ലാം ഇട്ട് മൂടി പൊതിച്ചിരിക്കുകയാണേ. വഴിയോര കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. മലനിരകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മലനാടാണല്ലോ നമ്മുടെ ഈ പ്രദേശം. മലനിരകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞണിഞ്ഞ മലനിരകൾ നിൽക്കുന്ന കാഴ്ച നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയോടുകൂടി ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ എല്ലാം കുറേ വീഡിയോ പിടിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ള പ്രദേശം. മലനിരകളും കൃഷികളും ചെടികളും മരങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. തേയിലക്കാടുണ്ട് കണ്ടോ, തേയിലക്കാട് നിൽക്കുന്ന കണ്ടോ. തേയിലച്ചെടികൾ ലൈനായിട്ട് വരി വരിയായിട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തേയിലക്കാടിൻ്റെ നടുവിലൂടെയാണ് യാത്ര. അങ്ങനെ നമ്മളൊരു ടൗണിൽ ചെന്നെത്തി കേട്ടോ. ഏലപ്പാറയാണെന്ന് തോന്നുന്നു. ഏലപ്പാറ ടൗണിലാണ് നമ്മളിപ്പോൾ. വലിയൊരു ടൗണാണ് കേട്ടോ ഏലപ്പാറ ടൗൺ. ഏലപ്പാറ ടൗൺ അങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരക്കാണ്. ടൗണിലായപ്പോഴേക്കും തിരക്കായി. ടൗൺ കഴിഞ്ഞ് വീണ്ടും വണ്ടി ഓടാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് വലിയ വലിയ മലനിരകൾ കാണാൻ. കൊക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര താഴ്വാരയുണ്ട്, കൊക്കയുണ്ട്. വണ്ടി അങ്ങനെ താഴോട്ടൊന്നും പോകാതെ ഇരിക്കാതെയാണ് സൈഡിൽ കൂടി കൈവരി ഇങ്ങനെ വരിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെയാണേ. വണ്ടി നിർത്തി ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് അതൊക്കെ കാണാനായിട്ട് കേട്ടോ. ഇതാണ് വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം കണ്ടോ. ഇവിടെ എന്തേലും പേരാ നിൽക്കുന്നത് കണ്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് വേണം നമുക്ക് മേടിക്കാൻ കഴിക്കാം. അവിടെ ഒരു വിശ്രമ സ്ഥലമാണേ. ഇതിലെ യാത്ര പോകുന്ന എല്ലാവരും അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വിശ്രമിച്ച് ചായയെ കുടിച്ച് യാത്ര ചെയ്യും. ഞങ്ങളവിടെ ഒരുപാട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി നിർത്താതെ വിട്ടുപോകുന്നു കേട്ടോ. അതൊരു പ്രസിദ്ധപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. വളഞ്ഞാങ്ങാനം എന്നാ പറയാ, വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം. ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഒരുപാട് വന്ന് എത്തുന്ന ഒരു സ്ഥലമാണതേ. അങ്ങനെ നമ്മൾ അക്കരപ്പള്ളി മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് കേട്ടോ. അതുകൊണ്ട് എന്തോരം വണ്ടികളാണ് കിടക്കുന്നത് കണ്ടോ. ഈ വണ്ടിയെല്ലാം അവിടെ പെരുന്നാളിന് വന്നാണേ. അവിടെയും ഒരു ആറുണ്ട് കേട്ടോ, കാഞ്ഞിരപ്പള്ളി ആറ്. കാഞ്ഞിരപ്പള്ളി ആറിൻ്റെ തീരത്താണ് പള്ളി, അക്കരപ്പള്ളി മാതാവിൻ്റെ പള്ളി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അച്ചട്ടാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരും മാതാവ്. അങ്ങനെയുള്ള അനുഗ്രഹമുള്ള വളരെ സ്നേഹനിധിയായ ഒരു അമ്മയാണ് അവിടെ ഉള്ളത്, മാതാവാണ്. ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചു, നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു കുർബാന കൂടി അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോരുവാണേ. തിരിച്ചു പോരുമ്പോൾ ഇതാ ഒരു പാലം. അവിടെയും കാഞ്ഞിരപ്പള്ളി ആറിൻ്റെ കുറുകെ ഉള്ളൊരു പാലമാണ്. അവിടെ നിന്നും വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ അതുവഴിയെ നടന്നു വന്നപ്പോൾ വലിയ പള്ളിയിൽ വന്നു, കത്തീഡ്രൽ പള്ളി. ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ഇവിടെ കാർ പാർക്കിങ്ങിന് സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ഇത്
കത്തീഡ്രൽ പള്ളിയാണ്, വലിയ പള്ളിയാണ്. അപ്പുറത്തെ ചെറിയ പള്ളിയാണ്. അവിടെയാണ് മാതാവിൻ്റെ ഏറ്റവും അനുഗ്രഹങ്ങളുള്ള പള്ളി. പള്ളി പൊളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചുറ്റിനും പന്തലിട്ട് ഷീറ്റിട്ട് പിടിച്ചിരിക്കുകയാണേ. എന്നിട്ട് ടി വി വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മുറ്റത്ത് നിൽക്കുന്നവർക്കെല്ലാം ടി വിയിലൂടെ കുർബാന കാണാം. ഇത് വലിയൊരു പള്ളിയാണ് കേട്ടോ, വലിയ കത്തീഡ്രൽ പള്ളി. പിന്നെ അകത്ത് കയറാൻ പറ്റിയില്ല, ഇത് വലിയ കൊടിമരമുണ്ട്. ഞങ്ങളിതിൻ്റെ ചുറ്റിനും എല്ലാം കണ്ടു, ചുറ്റിലും നടന്ന് കണ്ടു. ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള പള്ളിയാണ്. ചെറിയ പള്ളിയാണ്, മാതാവിൻ്റെ അനുഗ്രഹമുള്ള പള്ളി. അവിടെ ഞങ്ങൾ എല്ലാ വർഷവും വരുന്നതാണേ. പിന്നെ ഇതിലെ പോകുമ്പോഴെല്ലാം അക്കരപ്പള്ളി കയറി പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ മാതാവിനോട്. എന്നും അവിടെ എപ്പോഴും ഒരുപാട് പേര് വരും. അതിലെ പോകുന്നവരെല്ലാം അവിടെ കയറി പ്രാർത്ഥിക്കും. മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹമുള്ള പള്ളിയാണ് കേട്ടോ. ഇത് നാട്ടിൻപുറം കണ്ട റബ്ബർ നിൽക്കുന്ന കണ്ട, പള്ളിയുടെ അടുത്തുള്ള റബ്ബറൊക്കെ പാവാട ഉടുത്ത് നിൽക്കുകയാണേ. പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നതിന് പറയുന്നതാണ് പാവാട ഉടുത്ത് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള പ്രദേശം അല്ലേ, പള്ളിയുടെ പരിസര പ്രദേശങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നാട്ടിൻപുറം നിരപ്പ് സ്ഥലം കണ്ട, മലകളൊന്നും കാണാനില്ല, നല്ല നിരപ്പ് സ്ഥലം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് യാത്രയായി കേട്ടോ. തിരിച്ച് യാത്രയായി. തിരിച്ച് മലനിരകളും തേയിലക്കാടുകളും എല്ലാം ഉള്ള നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഇതാ തേയിലക്കാടൊക്കെ കാണാം, കണ്ടോ, നല്ല ഭംഗിയുണ്ട് തേയിലക്കാടുകളൊക്കെ കാണാൻ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദാഹം. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി ഷേക്ക് കുടിച്ചു. അപ്പോൾ ദാഹവും മാറി, വിശപ്പും മാറി. നല്ല സൂപ്പർ ഷേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.